നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ല. കാസർഗോഡ് ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5ലധികം പേരാണ് ജീവനൊടുക്കിയത്. സഹോദരങ്ങൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വിദ്യാനഗർ ചാല ബി.എഡ് സെന്ററിനു സമീപത്തെ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ഷാഹിദാണ് മരിച്ചത്. NTA സംഘടിപ്പിക്കുന്ന നെറ്റ് പരീക്ഷ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നിവ റദ്ദ് ചെയ്തതിൽ പ്രതിഷേധിച്ച് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വെള്ളരിക്കുണ്ട് പുളിങ്ങോം പാലാവയലിൽ പുഴവഴിയെത്തിയ കാട്ടാന പാലത്തിൽ കയറുവാൻ ശ്രമിച്ചത് ആശങ്കയുയർത്തി. ജനവാസ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച കാട്ടാന നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് തിരികെ വനത്തിലേക്ക് പോയത്. ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന്. കർക്കിടകത്തിലെ മാരിയകറ്റി ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോത്തെത്തി. പട്ടാപ്പകൽ പള്ളി ഗത്തിപ്പിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് 30,000 രൂപയും സൗദി റിയാലും കവർച്ച ചെയ്തു. പുതിയകോട്ട പള്ളിയിൽ തിങ്കളാഴ്ച രാവിലെ 8:45 കവർച്ച നടന്നത്. വാർത്തകൾ വിശദമായി. ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ല. തൂങ്ങിമരണമെന്നാണ് റിപ്പോർട്ട്. മീപ്പുകുരിയിലെ ഗണേശൻ, പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. ഒരേ ഹുക്കിലാണ് ഇരുവരെയും തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം കൂടി പുറത്തുവന്നതോടെ സംഭവം ചർച്ചാ വിഷയമായിട്ടുണ്ട്. ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം നാടിന്റെ വേദനയായി. മീപ്പുഗിരിയിലെ ഗണേശൻ, മകൾ വൈഷ്ണവി എന്നിവരെയാണ് കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ ഓമന കർണാടകയിൽ ഹോം നഴ്സായി ജോലി ചെയ്യുന്നതിനാൽ സ്ഥലത്തുണ്ടായിരുന്നില്ല. കോൺക്രീറ്റ് തൊഴിലാളിയായ ഗണേഷ് 15 രാത്രി 8:45 സാധനങ്ങൾ വാങ്ങാനായി ദേളിയിലെ കടയിലെത്തിയിരുന്നു. രാത്രി 11 മണിയോടെ മകൾ തൂങ്ങിമരിച്ചതായി സമീപത്തെ വീട്ടിൽ പോയി ഗണേഷ് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഗണേഷ് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വൈഷ്ണവി ആത്മഹത്യ ചെയ്ത വിവരം ലഭിച്ചതിനെ തുടർന്ന് മേൽപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴാണ് ഇരുവരെയും കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി വിവിധ ഇടങ്ങളിലായി വാടക വീട്ടിൽ താമസിക്കുകയാണ് ഗണേശും കുടുംബവും. പാലക്കാട് സ്വദേശിനിയാണ് ഭാര്യ ഓമന. കാറ്ററിംഗ് തൊഴിലാളിയായ മകൻ വിഷ്ണു സംഭവ ദിവസം രാത്രി 7 മണിവരെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ജോലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പോകുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട വൈഷ്ണവി. വിഷ്ണുപ്രിയ മറ്റൊരു സഹോദരിയാണ്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ മരണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വൈഷ്ണവിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സംശയകരമായ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. ഇതിനിടെ ഇതേ വീട്ടിൽ നേരത്തെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തിരുന്നുവെന്ന വിവരം പുറത്തുവന്നിട്ടുണ്ട്. ഇതോടെ സംഭവം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5ലധികം പേരാണ് ജീവനൊടുക്കിയത്. ഇതിൽ മിക്ക ആത്മഹത്യകളുടെയും കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തുവാൻ ഇതുവരെയായും സാധിച്ചിട്ടില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ നിയമപാലകരുടെയും മറ്റ് ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കാസർഗോഡ് ജില്ലയിൽ ഒരു മാസത്തിനിടെയുണ്ടായത് 5ലധികം ആത്മഹത്യ. ഒടുവിലായി ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവമാണ് പുറത്തുവന്നത്. മീപ്പുഗിരിയിലെ ഗണേശൻ, മകൾ പരവനടുക്കം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനി വൈഷ്ണവി എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരളത്തെ തന്നെ നടുക്കിയ മറ്റ് 2 ആത്മഹത്യകളുണ്ടായത്.
പ്രതിശ്രുത വധുവിനു പിന്നാലെ വരൻ ജീവനൊടുക്കുകയായിരുന്നു. പൂച്ചക്കാട് കാട്ടാമ്പള്ളി സ്വദേശിനി അനുശ്രീ, കണ്ണൂർ അമ്പലത്തട്ട സ്വദേശി അമൽ എന്നിവരാണ് തൂങ്ങി മരിച്ചത്. ഡിസംബർ 26-ന് ഇവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. രണ്ടുപേരും ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്നു. ഈ മാസം 10-ന് നീറ്റ് പരീക്ഷ റദ്ദ് ചെയ്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഐജയുടെ സഹോദരൻ പൂച്ചക്കാട് മുക്കോട് സ്വദേശി അർജുൻ ജീവനൊടുക്കിയ സംഭവവും കേരളത്തിന്റെ വേദനയായി മാറിയിരുന്നു. ജൂൺ 3-നായിരുന്നു ഐജ ആത്മഹത്യ ചെയ്തത്. ഈ മരണത്തിന്റെ വേദന മാറുന്നതിനു മുൻപ് സഹോദരൻ അർജുൻ കൂടി മരണപ്പെട്ടത് കുടുംബത്തിന്റെ താങ്ങാനാകാത്ത ആഘാതമായി മാറി. കാസർഗോഡ് കളക്ട്രേറ്റിലെ UD ക്ലർക്ക് ആശാലത ഓഗസ്റ്റ് 9-നാണ് ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി ജീവനൊടുക്കിയത്. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യം ആശാലത നേരിട്ടതായുള്ള ആരോപണവുമായി കുടുംബം രംഗത്തെത്തുകയും വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എല്ലാ ആത്മഹത്യകളിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഈ സംഭവങ്ങളിലൊന്നും തന്നെ വ്യക്തമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നത് പതിവാകുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആത്മഹത്യകൾ തടയുന്നതിനായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുൾപ്പെടെ നിയമപാലകരുടെയും മറ്റും ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഹോദരങ്ങൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വിദ്യാനഗർ ചാല BEd സെന്ററിനു സമീപത്തെ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ഷാഹിദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം. ഓണപ്പരീക്ഷ എഴുതുന്നതിനായി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് ഷാഹിൽ നെൽക്കള വനിതാ ഹോസ്റ്റലിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങിയത്. കുളിക്കുന്നതിനിടെ പെട്ടെന്ന് മുങ്ങിത്താഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 സഹോദരങ്ങളുടെ നിലവിളി കേട്ടെത്തിയ അയൽവാസികൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആഴം കൂടുതലായതിനാൽ സാധിച്ചില്ല. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഷാഹിലിനെ കുളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഉടൻ കാസർഗോഡ് മിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നു. സ്കൂബ ഡൈവറായ ഈ പ്രസീദാണ് കുട്ടിയെ മുങ്ങിയെടുത്തത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ജുബിൽ, മുഹമ്മദ് സിറാജുദ്ദീൻ, ഷബിൽ കുമാർ, M രമേശ്, ഹോംഗാർഡ് സോബിൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. വിവരമറിഞ്ഞ് വിദ്യാനഗർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഓണപ്പരീക്ഷ എഴുതാൻ പോകുന്നതിനിടെയുണ്ടായ ദുരന്തത്തിന്റെ ഞെട്ടലിലാണ് സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും. ഷാഹലിന്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തിനും സഹപാഠികൾക്കും വലിയ വേദനയായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെള്ളരിക്കുണ്ട് പുളിങ്ങോം പാലാവയലിൽ പുഴവഴിയെത്തിയ കാട്ടാന പാലത്തിൽ കയറുവാൻ ശ്രമിച്ചത് ആശങ്ക ഉയർത്തി. ജനവാസ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച കാട്ടാന നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് തിരികെ വനത്തിലേക്ക് പോയത്. ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന്. രാവിലെ 7:30 മണിയോടെയാണ് പുളിങ്ങോം പാലാവയൽ പാലത്തിലേക്ക് ആന കയറാൻ ശ്രമിച്ചത്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പാലത്തിന് സമീപം ആന എത്തിയത് നാട്ടുകാരിൽ ഏറെ നേരം പരിഭ്രാന്തിക്ക് ഇടയാക്കി. പാലത്തിൽ തടിച്ചുകൂടിയവർ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കിയതോടെ ആന തിരിച്ചു പോവുകയായിരുന്നു. അരമണിക്കൂറോളം സമയം ടൗണിനോട് ചേർന്നുള്ള പാലത്തിനരികിലായി പുഴയോരത്ത് ആന ഉണ്ടായിരുന്നു. കർണാടക വനാതിർത്തിയിൽ നിന്നെത്തിയ ആന ദിവസങ്ങളായി ഈസ്റ്റളേരി പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായി വ്യാപകമായി തെങ്ങുകളും വാഴകളും അടക്കമുള്ള കൃഷികൾ നശിപ്പിച്ചിരുന്നു. ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ശക്തമായ മഴയിലും വെള്ളത്തിലും വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഫെൻസിംഗ് താറുമാറായതോടുകൂടിയാണ് ആന വരാൻ തുടങ്ങിയത്. കർണാടക വനത്തിൽ നിന്ന് പാലാവയൽ ടൗൺ പ്രദേശത്തേക്ക് 500 മീറ്റർ ദൂരം മാത്രമാണുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കർക്കിടകത്തിലെ മാരിയകറ്റി ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോത്തെത്തി. ദേശാധിപനായ ക്ഷേത്രപാലകനെയും പരിവാരങ്ങളെയും വണങ്ങി തറവാടുകളിലും വീടുകളിലും ഗ്രാമസഞ്ചാരം നടത്തി. ഐശ്വര്യത്തിന്റെ പൊന്നിൻ ചിങ്ങം പിറന്നു. ആദിയും വ്യാധിയും അകറ്റാൻ മണ്ണിലിറങ്ങിയ കർക്കിടകത്തെയ്യങ്ങൾ അരങ്ങൊഴിഞ്ഞു. പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാനാണ് കർക്കിടകത്തെയ്യങ്ങൾ വീടുകളിലെത്താറുള്ളത്. അള്ളട സ്വരൂപത്തിന്റെ ആസ്ഥാനമായ മടിയൻകുലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്ത് ആടിമാസത്തെയ്യങ്ങൾ സംഗമിച്ച് ക്ഷേത്രനടയിൽ ആടിയ ശേഷമാണ് തറവാടുകളിലേക്കും വീടുകളിലേക്കും പുറപ്പെടുന്നത്. ആടി, വേടൻ, ഗളിഞ്ചൻ എന്നീ കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിനാണ് സമാപനം കുറിച്ചത്. സാധാരണ തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെയ്യങ്ങൾ കെട്ടുന്നത് ചെറിയ കുട്ടികളാണ്.
ക്ഷേത്രങ്ങളിലോ കാവുകളിലോ കെട്ടിയാടുന്നതിനു പകരം ഈ കുട്ടിത്തെയ്യങ്ങൾ ഓരോ വീടുകളും കയറിയിറങ്ങും. പാർവതിയും പരമേശ്വരനുമാണ് കുട്ടിത്തെയ്യങ്ങളുടെ അടിസ്ഥാനം. ആടിയെന്ന പാർവതി വേഷം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലെ കുട്ടികളും വേടൻ എന്ന ശിവവേഷം കെട്ടുന്നത് മലയൻ സമുദായത്തിലെ കുട്ടികളുമാണ്. നൽക്കത്തായ സമുദായത്തിലെ കുട്ടികൾ ഗളിഞ്ചൻ തെയ്യം കെട്ടിയാടുന്നു. തറവാടുകളിലും വീടുകളിലും ഭക്തജനങ്ങൾ മഞ്ഞൾ, ചുണ്ണാമ്പ്, ഭസ്മം എന്നിവ കൊണ്ട് തയ്യാറാക്കിയ ഗുരുശിയൊഴിഞ്ഞാണ് കുട്ടിത്തെയ്യങ്ങളെ വരവേൽക്കാറ്. മടിയൻകുലം പരിധിയിലെ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ആടിയ തെയ്യങ്ങൾ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്ര പരിധിയിലും ആടിയ ശേഷം കർക്കിടകത്തിലെ മാരിയകറ്റി കുട്ടിത്തെയ്യങ്ങളുടെ ദേശസഞ്ചാരത്തിന് സമാപനം കുറിച്ചു. ഇനി അടുത്ത വർഷത്തെ കർക്കിടക മാസത്തിൽ തിരികെ എത്താമെന്ന് പറയാതെ പറഞ്ഞ് ഉപചാരം ചൊല്ലി ഗ്രാമവീഥികളിൽ നിന്ന് അരങ്ങൊഴിഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ തന്നെ എത്തിക്കണമെന്ന ആവശ്യം KSKTU ചിത്താരി വില്ലേജ് സമ്മേളനം നടന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ തന്നെ എത്തിക്കണമെന്നും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നയം ഉപേക്ഷിക്കണമെന്നും KSKTU ചിത്താരി വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. വില്ലേജ് പ്രസിഡന്റ് T. സരള പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. വാണിയമ്പാറ K. തമ്പാൻ നമ്പ്യാർ നഗറിൽ KSKTU ജില്ലാ ട്രഷറർ പള്ളിക്കൈ രാധാകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ അടുക്കളയിൽ പോലും പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നപ്പോൾ, ലോകത്ത് നടന്നപ്പോൾ നമ്മുടെ അടുക്കളയിൽ പോലും പാചകവാതകത്തിന്റെ അതിരൂക്ഷമായ വിലക്കയറ്റവും അതിന്റെ ദൗർലഭ്യവും നമ്മുടെ അടുക്കളയിൽ അനുഭവിച്ച കാര്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചു. അതിനർത്ഥം ലോകത്ത് എവിടെ എന്ത് സംഭവം ഉണ്ടായാലും അത് എവിടെ നിൽക്കുന്ന ഈ കേരളത്തിലെ, ഈ കൊച്ചു കേരളത്തിലെ ഏതറ്റത്ത് നിൽക്കുന്ന ആളുകളായാലും അവരെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും കർഷക തൊഴിലാളി യൂണിയൻ സഖാക്കൾ പറയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം, ചർച്ച ചെയ്യുകയും വേണം എന്നാണ് ആദ്യം എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നാം ദേശീയ രംഗത്തെ കുറിച്ച് പറഞ്ഞു. ദേശീയ രംഗം അതിനേക്കാൾ സങ്കീർണമാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10-12 വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി തീവ്ര ശ്രമത്തിലാണ്. ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി വലിയ ശ്രമത്തിലാണ്. വില്ലേജ് പ്രസിഡന്റ് T. സരള അധ്യക്ഷത വഹിച്ചു. P. മഞ്ജുനാഥൻ രക്തസാക്ഷി പ്രമേയവും രാഗിണി രാജൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വില്ലേജ് സെക്രട്ടറി KV സുകുമാരൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ കമലാക്ഷൻ കുളവയൽ, ഏരിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ AV പവിത്രൻ, O. മോഹനൻ, ഏരിയ കമ്മിറ്റി മെമ്പർ MV രാഘവൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ A. പവിത്രൻ മാസ്റ്റർ സ്വാഗതവും P. സുധ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി സെക്രട്ടറിയായി P. മഞ്ജുനാഥനെയും പ്രസിഡന്റായി T. സരളയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. RC എന്റർടൈൻമെന്റ് ബാനറിൽ ചന്ദ്രൻ മുല്ലച്ചേരി എഴുതിയ വരികൾക്ക് വത്സൻ മാസ്റ്റർ സംഗീതം പകർന്ന വൈഷ്ണവി എന്ന യുവഗായിക ആലപിച്ച മ്യൂസിക്കൽ വീഡിയോ ആൽബം ഓണക്കിളി പ്രേക്ഷകരിലേക്ക്. പെരിയ ഗാന്ധി സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത ടെലിവിഷൻ സിനിമാ താരം മുകേഷ് ഒമർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സീരിയൽ താരം കലാഭവൻ നന്ദന ആൽബം വീഡിയോ പ്രകാശന കർമ്മം നിർവഹിച്ചു. RC എന്റർടൈൻമെന്റ് ബാനറിൽ ചന്ദ്രൻ മുല്ലച്ചേരി എഴുതിയ വരികൾക്ക് വത്സൻ മാസ്റ്റർ സംഗീതം പകർന്ന വൈഷ്ണവി എന്ന യുവഗായിക ആലപിച്ച മ്യൂസിക്കൽ വീഡിയോ ആൽബമാണ് ഓണക്കിളി. രാജേന്ദ്രൻ കരിച്ചേരി നിർമ്മിച്ച് ദിനേശൻ തൊട്ടിയിൽ കോർഡിനേഷൻ നിർവഹിച്ചിരിക്കുന്നു. പെരിയ ഗാന്ധി സ്മാരക വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത ടെലിവിഷൻ സിനിമാ താരം മുകേഷ് ഒമർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഓണക്കിളി എന്ന മ്യൂസിക്കൽ വീഡിയോ ആൽബം ഇന്ന് ജനങ്ങളിലേക്ക് എത്തുകയാണ്. കാസർഗോഡ് ജില്ലയുടെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ശ്രീ ചന്ദ്രൻ മുല്ലച്ചേരി വരികൾ എഴുതി മലയാളികൾ ഏറെ ആരാധിക്കുന്ന ശ്രീ EV വത്സൻ മാസ്റ്റർ സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനമാണ് ഓണക്കിളി. ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു സോങ്ങിന്
ലോകമലയാളികളൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ള ശില്പ ശ്യാംകുമാറാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. യുവ ഗായിക വൈഷ്ണവിയാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. ഏതൊരു സംരംഭവും ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അതിന് തീർച്ചയായും ഒരു പ്രൊഡ്യൂസർ ആവശ്യമുണ്ട്. ഇന്ന് എല്ലാ മേഖലയിലും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്നാണ് സാമ്പത്തികം എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ശ്രീ രാജേന്ദ്രൻ കരിശ്ശേരിയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഈ ഓണക്കാലത്ത് ഈ ഒരു വീഡിയോ സോങ് നിങ്ങളിലേക്ക് എത്തുന്നത്. പ്രശസ്ത സീരിയൽ താരം കലാഭവൻ നന്ദന ആൽബം വീഡിയോ പ്രകാശന കർമ്മം നിർവഹിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഓണക്കിളി എന്ന ഈ മ്യൂസിക്കൽ ആൽബത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഈ ഒരു വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വന്നതാണ്. എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച ദിനേശിനകളിലും ചന്ദ്രനകളിലും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഓണക്കിളി എന്ന മ്യൂസിക്കൽ ആൽബത്തിൻ്റെ എല്ലാ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഓണക്കിളി രചയിതാവ് ചന്ദ്രൻ മുല്ലച്ചേരി സംസാരിച്ചു. സാമൂഹ്യ പ്രവർത്തകൻ VK അരവിന്ദൻ മാസ്റ്റർ, ഫിലിം പ്രൊഡ്യൂസർ ഹരികുമാർ പെരിയ, ഗായകൻ രവീന്ദ്രൻ പെരിയ, സബ് ഇൻസ്പെക്ടർ ആദൂർ, സതീശൻ പൊള്ളക്കട എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യോഗത്തിൽ രവീന്ദ്രൻ പെരിയ എന്ന ഗായകൻ ചന്ദ്രൻ മുല്ലച്ചേരി രചിച്ച മനോഹരമായ കവിതാലാപനം നടത്തി. നിർമ്മാതാവ് രാജേന്ദ്രൻ കരിശ്ശേരി നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആചാരസ്ഥാനികർക്ക് നൽകുന്ന വേതനം പുതുതായി കലശം കുളിച്ച് ആചാരം കൊണ്ട സ്ഥാനികരെ കൂടി ഉൾപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യം കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. ആചാരസ്ഥാനികർക്ക് നൽകുന്ന വേതനം പുതുതായി കലശം കുളിച്ച് ആചാരം കൊണ്ട സ്ഥാനികരെ കൂടി ഉൾപ്പെടുത്താൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കിഴക്കുംകര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ഉത്തര മലബാറിലെ പ്രധാന ഉത്സവമായ പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരംകുളി ദിവസം പ്രാദേശിക അവധി പ്രഖ്യാപിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഷിക യോഗവും ആദര സദസ്സും അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലക്കകത്ത് പ്രത്യേകിച്ച് വടക്കേ മലബാറിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശക്തി എന്നുള്ളതോടൊപ്പം തന്നെ ഒരു പ്രബല വിഭാഗം കൂടിയായിട്ടുള്ള വിഭാഗമാണ് ഇവിടെ ഇതിൻ്റെ ചടങ്ങ് സംഘടിപ്പിക്കുന്ന. നമുക്കറിയാം, വ്യത്യസ്തമായിട്ടുള്ള ജാതി മത സംഘടനകളൊക്കെ നമ്മുടെ രാജ്യത്തിനകത്തും നാട്ടിനകത്തും ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അടിച്ചമർത്തത്തിലും അതുപോലെ തന്നെ അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള അന്നത്തെ കാലഘട്ടത്തിനകത്ത് അതിനെ ധീരമായി ചെറുത്ത് പരാജയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഘടനാ സംവിധാനങ്ങൾ വന്നിട്ടുള്ളത്. അത് ചിലപ്പോൾ സമുദായ അടിസ്ഥാനത്തോ മറ്റ് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തോ ആയിരിക്കാം. നമുക്കറിയാം, ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള SNDP ഉൾപ്പെടെയുള്ള ചില പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാഴ്ചപ്പാടുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ശ്രീനാരായണ ഗുരു സ്വാഭാവികമായിട്ടും അന്നത്തെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടുള്ള ഒന്നിച്ച് പഠിക്കാനോ ഒന്നിച്ചിരിക്കാനോ അതുപോലെ തന്നെ ജാതി മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഉന്നത ജാതിയിൽപ്പെട്ട ആളുകളെ കാണുമ്പോൾ വഴി മാറിപ്പോകേണ്ട സ്ഥിതിവിശേഷങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ പോകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലഘട്ടം. ഇത്തരമൊരു കാലഘട്ടത്തിനകത്താണ് ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരങ്ങൾ ജനങ്ങളിടയിൽ വരുന്നത്. ദേവസ്ഥാന പരിധിയിൽ നിന്നും ഈ വർഷം SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും ക്യാഷ് അവാർഡും അദ്ദേഹം നൽകി. കേരള ഫോക്ലോർ അക്കാദമി പൂരക്കളി അവാർഡ് നേടിയ ദേവസ്ഥാനം സ്ഥാനികൻ കുമാരൻ വെളിച്ചപ്പാടൻ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് IBR അച്ചീവറായ മാസ്റ്റർ അൻവിക്, അജിത് അടമ്പിൽ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു.
വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം ദേവസ്ഥാനം കാരണവർ വി രാമകൃഷ്ണൻ നിർവഹിച്ചു. സ്ഥാനികർക്ക് വർഷങ്ങളായി കെ രാമചന്ദ്രൻ എഞ്ചിനീയർ മാവുങ്കാൽ നൽകി വരുന്ന ഓണക്കോടി വിതരണം കെ രമേശൻ നിർവഹിച്ചു. ദേവസ്ഥാനം പ്രസിഡന്റ് ബൈജു അതിയാമ്പൂർ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ വിദ്യാലത, സവിതാകുമാരി, ദേവസ്ഥാനം സേവാ സമിതി സെക്രട്ടറി കെ വിശ്വനാഥൻ, ഡോക്ടർ പൂമണി പുതിയറക്കൽ, മാതൃസമിതി സെക്രട്ടറി കെ മീന, തമ്പാൻ കാക്കോച്ചി എന്നിവർ സംസാരിച്ചു. ദേവസ്ഥാനം ജനറൽ സെക്രട്ടറി എം സതീശൻ പടിക്കാൽ സ്വാഗതവും സെക്രട്ടറി വി നാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയോടുകൂടി പെരിയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ കൺസ്യൂമർ ഫെഡ് ഓണം വിപണനമേള ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയോടുകൂടി പെരിയാർ സർവീസ് സഹകരണ ബാങ്ക് സഹകരണത്തോടെ കൺസ്യൂമർ ഫെഡ് ഓണം വിപണനമേള ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്കിന്റെ പ്രിയപ്പെട്ട ഡയറക്ടർമാർ, സ്റ്റാഫ് അംഗങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തുടനീളം ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺസ്യൂമർ ഫെഡ് അത് നാട്ടിലെ സാധനങ്ങൾക്ക്, ആവശ്യ സാധനങ്ങൾക്ക് വില കുറച്ച് കൊടുത്തുകൊണ്ട് ഓണാഘോഷം സമുചിതമായി കൊണ്ടാടുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പുതിയ സർക്കാരും വളരെ ആഘോഷപൂർവ്വം ഈ ചടങ്ങ് സംസ്ഥാനത്ത് നടത്തുകയാണ്. ബാങ്ക് സെക്രട്ടറി സുജിമോൻ നമ്പ്യാർ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർമാരായ പ്രമോദ് പെരിയ, കെ കൊട്ടൻ, ബെന്നി തെക്കടശ്ശേരി, ചന്ദ്രിക രാമകൃഷ്ണൻ, രതീഷ് സി, കമലാക്ഷൻ കാലിയടുക്കം, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ സത്യകഴകം മടിയൻ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് പി സുധാകരൻ നായരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിളക്കുപൂജയിൽ 100ഓളം സ്ത്രീകൾ പങ്കെടുത്തു. ശ്രീ സത്യകഴകം മടിയൻ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവൈശ്വര്യ വിളക്കുപൂജ സംഘടിപ്പിച്ചു. വെള്ളിക്കോത്ത് പി സുധാകരൻ നായരുടെ കാർമ്മികത്വത്തിൽ നടന്ന വിളക്കുപൂജയിൽ 100ഓളം സ്ത്രീകൾ പങ്കെടുത്തു. കഴകം ഭാരവാഹികളും മാതൃസമിതി ഭാരവാഹികളും വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകി. ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാമായണ പാരായണം സമാപിക്കും. കഴിഞ്ഞ ഒരു മാസത്തോളമായി നടന്നുവരുന്ന രാമായണ പാരായണത്തിന് രുക്മിണി ദാമോദരൻ കല്യാൺ റോഡാണ് നേതൃത്വം നൽകിയത്. രാമായണവുമായി ബന്ധപ്പെട്ട 3 ഘട്ടങ്ങളിലായി നടത്തിയ പ്രശ്നോത്തരി മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് സത്യകഴകം മടിയൻ പ്രവാസി കൂട്ടായ്മ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ സമാപന ദിവസം വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. പരിപാടി ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻകാല പ്രസിഡന്റുമാരായ നിട്ടൂർ അമ്പു നായർ, വി കോമൻ മാസ്റ്റർ, N കുഞ്ഞമ്പു നായർ എന്നിവരുടെ സ്മരണാർത്ഥം SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പരിപാടി ഉദുമ MLA കെ നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ സെക്രട്ടറി ശ്രീ M ചന്ദ്രൻ, ഇവിടെ മനോഹരമായി ക്ലാസ് എടുത്ത പോലീസ് ഓഫീസർ ശ്രീ രാമകൃഷ്ണൻ, ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട ബാങ്കിന്റെ മെമ്പർമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാർ. ബാങ്ക് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. MV പത്മനാഭൻ, ബാങ്ക് സെക്രട്ടറി M ചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ രതീഷ് K, കൃഷ്ണകുമാർ,
എ ദാമോദരൻ, മജീദ് KP, ശ്രീയുക്ത മോൾ, MV ജ്യോതിരാജ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പോലീസ് സംരക്ഷണം പൊതുജനങ്ങൾക്ക് എന്ന വിഷയത്തിൽ സിവിൽ പോലീസ് ഓഫീസർ രാമകൃഷ്ണൻ ചാലങ്കാൽ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ദേവാങ്കണം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് ജാനകി അനുസ്മരണവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. കായക്കുളം SV ബ്രദേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹോസ്ദുർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഭക്തിയുടെ നിറവിൽ നടന്നു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചടങ്ങിന് കാർമ്മികത്വം നൽകി. ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വ്യക്തികളുടെയും നാടിന്റെയും ഐശ്വര്യം, ഉയർച്ച തുടങ്ങിയവയുടെ ഭാഗമായാണ് മഹാഗണപതി ഹോമം നടത്തിയത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ മഹാഗണപതി ഹോമം 2 മണിക്കൂർ നീണ്ടുനിന്നു. മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിലുള്ള നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന്റെ ഭാഗമാവാൻ ക്ഷേത്രത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് മാതോത്ത് മഹാവിഷ്ണു ക്ഷേത്ര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല രാമായണ ക്വിസ് മത്സരവും കുട്ടികൾക്കായുള്ള രാമായണ പാരായണ മത്സരവും സംഘടിപ്പിച്ചു. ക്ഷേത്ര മേൽശാന്തി ഇടമന നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് സൗത്ത് ശ്രീ മാതോത്ത് മഹാവിഷ്ണു ക്ഷേത്ര സേവാ സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല രാമായണ ക്വിസ് മത്സരവും കുട്ടികൾക്കായുള്ള രാമായണ പാരായണ മത്സരവും സംഘടിപ്പിച്ചു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ക്ഷേത്ര മേൽശാന്തി ഇടമന നാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര പ്രസിഡന്റ് K. കുഞ്ഞാമൻ നായർ ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. സേവാസമിതി പ്രസിഡന്റ് CPV വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. KP ബാലകൃഷ്ണൻ, K. തമ്പാൻ, ഗണേശൻ T, ശശി നന്ദാനത്ത്, ദാക്ഷായണി KP, KV മീറ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പരമേശ്വരൻ മാസ്റ്റർ ക്വിസ് മത്സരത്തിന് നേതൃത്വം നൽകി. സേവാസമിതി സെക്രട്ടറി രതീശൻ VK സ്വാഗതവും അനൂപ് KV നന്ദിയും പറഞ്ഞു. സീനിയർ വിഭാഗത്തിൽ അമ്പിളി EV 1ാം സ്ഥാനവും പത്മിനി K. നായർ 2ാം സ്ഥാനവും നേടി. ജൂനിയർ വിഭാഗത്തിൽ ശ്രീലക്ഷ്മി ശശിധരൻ, അശ്വിൻ രാജും, സബ് ജൂനിയർ വിഭാഗത്തിൽ ഋഷികേഷ് P, ആദിദേവ് M എന്നിവർ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. കുട്ടികളുടെ രാമായണ പാരായണ മത്സരത്തിൽ അശ്വിൻ രാജ് K, ഋഷികേഷ് V 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാന പുസ്തകവും ഏകശ്ലോകി രാമായണ സന്ദേശ പോസ്റ്റർ കാർഡും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെമ്മനാട് കോളിയടുക്കത്ത് അച്ഛനെയും മകളെയും വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാരണം കണ്ടെത്താനാകാതെ പോലീസ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസ്വാഭാവികത ഒന്നും കണ്ടെത്താനായില്ല. കാസർഗോഡ് ആത്മഹത്യകൾ തുടർക്കഥയാകുന്നത് ആശങ്കയുയർത്തുന്നു. കഴിഞ്ഞ 1 മാസത്തിനിടെ 5ലധികം പേരാണ് ജീവനൊടുക്കിയത്. സഹോദരങ്ങൾക്കൊപ്പം കുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. വിദ്യാനഗർ ചാല B.Ed സെന്ററിനു സമീപത്തെ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് ഷാഹിദാണ് മരിച്ചത്. വെള്ളരിക്കുണ്ട് പുളിങ്ങോം പാലാവയലിൽ പുഴവഴിയെത്തിയ കാട്ടാന പാലത്തിൽ കയറുവാൻ ശ്രമിച്ചത് ആശങ്കയുയർത്തി. ജനവാസ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച കാട്ടാന നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് തിരികെ വനത്തിലേക്ക് പോയത്. ദൃശ്യങ്ങൾ സിറ്റി ന്യൂസിന്. കർക്കിടകത്തിലെ മാരിയകറ്റി ചിങ്ങപ്പുലരിയെ വരവേറ്റുകൊണ്ട് ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോത്തെത്തി.
പട്ടാപ്പകൽ പള്ളി ഖത്തീബിന്റെ മുറിയുടെ പൂട്ട് തകർത്ത് 30,000 രൂപയും സൗദി റിയാലും കവർച്ച ചെയ്തു. പുതിയകോട്ട പള്ളിയിൽ തിങ്കളാഴ്ച രാവിലെ 8:45 കവർച്ച നടന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.